ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വാദി മുഹമ്മദിയ എന്നുള്ള ഒരു വാദിയുടെ അടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നത് സ്ഥലമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ ഏരിയകളാണ്. കൈ മാത്രം ഉണ്ടല്ലോ അവിടെ. നമ്മളെ സ്ഥിരം ടീമും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മക്കത്ത് നിന്ന് നോൺ മുസ്ലിം റോഡ് കൂടെ കയറിയിട്ട് ഷെഫയിലേക്ക് പോകുന്ന ആ ഒരു റോഡാണ്. അങ്ങനെ പോകുമ്പം ചുരം ഇങ്ങനെ കയറി പോകുന്നു. പിന്നെ എന്താ വരുന്നത്, ഒരു റൗണ്ട് അബൌട്ട് വരുന്നുണ്ട്. റൗണ്ട് അബൌട്ട് പറഞ്ഞാൽ വഴി ഒന്നേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ കുറേ സ്ഥലത്തേക്ക് വഴി കാണിക്കും, പക്ഷേ ആ റോഡൊക്കെ ക്ലോസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു റൗണ്ട് അബൌട്ട് വരുന്നുണ്ട്. നല്ലൊരു സെറ്റപ്പുള്ള റൗണ്ട് അബൌട്ട് അവിടെ വരുന്നുള്ളൂ. ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉള്ള അതിൻ്റെ താഴെ കൂടെ അങ്ങ് പോരുമ്പം അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു വാദി പോകുന്നുണ്ട്. ആ റൗണ്ട് അബൌട്ട് തുടങ്ങുന്നതിൻ്റെ അടുത്ത് കൂടെ താഴേക്കൊരു വഴി ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള റോഡൊന്നല്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന വഴിയാണ്. ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല. ഇറങ്ങിയിട്ട് കുറേ ഇങ്ങനെ പോരുമ്പം ഇങ്ങനെ വെള്ളം ഒഴുകുന്ന വഴികൾ കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. വാദി മുഹമ്മദിയ ആണ് പേര്. സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. 5:30 പോകുന്നതാണ്. 5:30 പോന്നിട്ട് നമ്മൾ ഈ സ്ഥലം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. എന്തായാലും ഇപ്പോൾ 9 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണുന്നുണ്ടോ? കൂടുതൽ വെള്ളമൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. നിറയെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുന്ന വണ്ടികൾ ഓഫ് റോഡ് വണ്ടിയേ പറ്റുള്ളൂ. നമ്മൾ സാധാ സെഡാനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ സെഡാനൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടെന്നാണ് ജംഷൻ്റെ അഭിപ്രായം. ഈ വണ്ടി നമ്മളെ ഹോണ്ടൻ്റെ സിവിക്കോ, അത് CRV. ഇതിൻ്റെ താഴെ തട്ടുന്നുണ്ട്, അത്യാവശ്യം തട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല കരുതി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പോവാണ്. അതെ, ഡ്രൈവർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹെവിയാണ്, ഹെവി, രണ്ടിട്ട് ഹെവിയാണ്. പിന്നെ ഈ വണ്ടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ മാത്രം ഉണ്ട്. ഈ വണ്ടിനെ പറ്റി മാത്രം അടി പറ്റിയതാണ്. എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലമാണ്. അത്യാവശ്യം നല്ലൊരു പാകത്തുള്ള വണ്ടിയൊക്കെ ഉള്ളവർക്ക് എന്തായാലും വരാൻ പറ്റും. ഈ അഭിനയം കണ്ട വിചാരിക്കും സുബൈക്ക് നേരത്തെ കാലത്തെ മാറ്റി ഒരുങ്ങി എന്താണെന്ന്. ഇതൊക്കെ വിളിച്ചോണ്ടിട്ട് കഥ നമുക്ക് അറിയുള്ളൂ. എന്തോരം തെറി കിട്ടുന്ന അറിയോ? ഞാൻ ചവിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വിട്ടിട്ടാ വിളിച്ചത്. അയ്യോ, എന്നാ കാണില്ല, കാഴ്ച കാണുന്നുണ്ടോ? ഇവിടെ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യണം. കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കുക, കുടിക്കുക. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത് പാത്രമില്ല, അരിയില്ല. ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെന്താ, മുന്നും ബാക്ക് ഫുള്ള് സെറ്റപ്പാണ്. എവിടെയും ഒന്നും ഒഴിവാക്കാനില്ല. അപ്പോൾ അതാ വണ്ടി നിർത്തി. ആശാൻ ഇറങ്ങുന്നുണ്ടല്ലേ? നമ്മളെ ഫുൾ ടീം ഇതാട്ടോ അവിടെ. വണ്ടീൻ്റെ കോലം നോക്കിയാൽ രാവിലെ പോരുന്ന സമയത്ത് വണ്ടി അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. കോലം നോക്കി. ജാങ്കോ എന്താ പറയണേ? ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോ മാറിയില്ല കേട്ടോ. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യും. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മളെല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കൂടെ ഒരു കുരങ്ങുണ്ട്. അല്ല സോറി, നമ്മുടെ കൂടെ ഷ്യാബുണ്ട്. മുകളിൽ എത്തിയിട്ടുണ്ടോ? കാണുന്നില്ല, ഒന്ന് ഒച്ച വെക്കുന്നുണ്ട്. ഇത് നമ്മളെ ഫുൾ സെറ്റപ്പ് ഇതാണ് കേട്ടോ. 2 വണ്ടിയിൽ 8 ആളുകൾ. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് തുടങ്ങുകയാണ്. ഇവിടെ നിന്നല്ല, ഇതാ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ഇല്ല, വണ്ടി പോലെ സാധനം കൊണ്ടുപോകണം. ചിലപ്പോൾ താന്നു. നമ്മൾ ചായ കാച്ചാൻ വേണ്ടിയുള്ള വെള്ളം അവിടെ. പിന്നെ നമ്മൾ സ്റ്റൗ ഉണ്ട്. സ്റ്റൗവിൽ ഗ്യാസ് ഉണ്ടാവോ? ചീഫ് കുക്ക്. ഓംലെറ്റ് വാങ്ങിനോ? ഇല്ല, പിന്നെ എന്തോന്ന് ഓംലെറ്റ് വെക്കുക. റാശി എന്താ പറയണ? സെറ്റപ്പ്. ആ വണ്ടിയാണ് പോലെ
അപ്പോൾ നമ്മൾ സ്ഥലം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അല്പം പച്ചപ്പും ഹരിതാപൊക്കെ ആവാന്നാ പറഞ്ഞത്. അതെ അതെ, ആശ നമുക്ക് പിന്നെ വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലേ, നമ്മളെ വാദി ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ, പക്ഷെ എല്ലാം നല്ല രസമുണ്ട്. ചുറ്റുഭാഗം നല്ല പച്ചപ്പാണ്. എത്ര വണ്ടി വന്നല്ലേ, ഒരു 2-3-4 ജീപ്പ്, പിന്നെ പിന്നെ വന്നിന്ന് ഒരു ഡോഡ്ജ്. അല്ല ചെറിയ വണ്ടികളൊന്നും ഇല്ല, ഒക്കെ അത്യാവശ്യം വലിയ വലിയ വണ്ടികളാണ്. ലെക്സസ് അതെ, ഈ വണ്ടിയാ. പിന്നെ നമ്മൾ നേരത്തെ പോയി കേട്ടോ. സാധാരണ നമ്മൾ നേരത്തെ എത്തിയില്ല, ഈ സമയത്ത് പോരുള്ളൂ. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുളിക്കാനൊക്കെ ഭയങ്കര പ്ലാനൊക്കെ ഇട്ടിരുന്നു. പക്ഷെ 9 മണിക്ക് എണീറ്റത്. 9 മണിക്ക് എണീറ്റായിട്ട് കുളിക്കാൻ പോയൊരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇന്നേ കുളിക്കാൻ വേണ്ടി മുണ്ടൊക്കെ എടുത്തു. അപ്പോൾ വെള്ളമില്ല, തെറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ. ഇങ്ങോട്ട് വരുമ്പോഴുള്ള വീഡിയോ ഞാൻ വിശദമായി കുറേ എടുത്തിട്ടുണ്ട്. അവർക്ക് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് രസം തോന്നുന്നില്ല. പക്ഷേ കാഴ്ചകളുണ്ട്, പക്ഷേ വെറും വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പുഴ അങ്ങനെ ഒഴുകി പോകുന്നു, അല്ല വാതി ഇങ്ങനെ ഒഴുകി പോകുന്നു. ചുറ്റും പച്ചപ്പുണ്ട്, ഇടയ്ക്ക് ഒരുപാട് പിന്നെ മണൽത്തിട്ടകളൊക്കെയാണ്. അങ്ങനെ നല്ല രസമുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഇവിടെ മുമ്പ് വന്ന ടീം എന്തോ വേസ്റ്റൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്താണ്. നമ്മളെ ഹെവി ഡ്രൈവർ ഇറങ്ങി വേഗം. ഓക്കെ, നീ ചായ ഉണ്ടാക്കാനുള്ള സാധനം പോരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണിത്. എല്ലാ സംഗതിയും ഉണ്ട്. നമുക്ക് പിന്നെ മേശ വരെ ഉണ്ടല്ലേ. ഇന്നലെ ലുക്മാന്റെ റൂമിൽ ഞങ്ങൾ ബീഫ് വെച്ചപ്പോൾ അവിടെ കിട്ടാത്ത പല വെജിറ്റബിൾസ് പോലും ഇതിനകത്ത് ഞങ്ങൾ. ഇത് സൂപ്പർ മാർക്കറ്റ് കൂടെയാണ്. അതിന്റെ വേക്ക ഉണ്ടോ അവിടെ. നമുക്കൊരു തേക്കോട്ടും കടപ്പാറയൊക്കെ ഉണ്ട്. എന്തിനുള്ള വണ്ടിയാണിത്. ഇവിടെ ബാറ്ററി കാര്യങ്ങള്, പിന്നെ ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട്. ഒന്നും വേണ്ട. അതാ ജോലോ കളിക്കാനുള്ള സംഗതികൾ വളരെ വിലപ്പെട്ട വേറൊരു കാര്യം ഇതിനകത്തൂടെ ഉണ്ട്. ഏതാണ്? ബാത്റൂം കർട്ടൻ പോലെ പൊക്കിയിട്ട് ബാത്റൂം സെറ്റപ്പ് വരെയുള്ള വണ്ടിയാണിത്. ഇവിടെ വേറെതാ ഗ്രില്ലുണ്ട്, പക്ഷെ നമ്മൾ ചിക്കൻ കിട്ടിയിട്ടില്ല. പിന്നെ ചെയർ ഇതാ, അതുപോലെ തന്നെ അതിന്റെ താഴെയായിട്ട് മേശ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു സെറ്റപ്പ് വണ്ടിയാണ്. അപ്പോൾ ടീക്കുള്ള സംഗതി തുടങ്ങാണ്. ഇതൊരു ചായ ഉണ്ടാക്കാൻ എത്ര പണി? ഈ ചായ ഉണ്ടാക്കല ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് വേണ്ടത് അരിയാണ്. മഞ്ഞപ്പൊടി നല്ലതാ. കടുകിട്ട് താളിച്ചതിന് ശേഷമാണ്. അതാ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ ഒരു ഷാബക്ക. സോറി, കേട്ടങ്ങനെ പറഞ്ഞത്. അതൊക്കെ വീഡിയോയിലുണ്ട്. അതാണ് ഇത് നമ്മളെ ഷൗക്കു. അയ്യപ്പസ്വാമി ശരണം. നമ്മളെ സൗദി അറേബ്യയിലും നമ്മള് മണ്ഡപക്കാലായി കഴിഞ്ഞാല് നമ്മള് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യും, കാര്യങ്ങൾ ഫോളോ ചെയ്യും. മാല വരെ ഇട്ടിട്ടുണ്ട്. ചോലയിലൂടെ ഒലിച്ചു പോകുന്ന വെള്ളം, പച്ച വെള്ളമാണ്. അതിൽ പിന്നെ മസാല ചേർക്കുന്നത് ചായപ്പൊടി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റും വൈറ്റ് കളറുള്ള പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കണത് കണ്ടാ. ചോറുണ്ടാക്കാൻ, ബിരിയാണി ഉണ്ടാക്കാൻ ഇരിക്കാൻ വേണ്ടിയുണ്ട്. ഷൗക്ക് കിട്ടിലെ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലതാ.
നല്ല പച്ചപ്പുള്ള ഏരിയയാണ്. കുറച്ച് വണ്ടികളൊക്കെ പോയിട്ട് ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് ചതഞ്ഞു പോയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്. ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് വണ്ടികൾ പോകുന്ന വഴി കേട്ടോ. റോഡൊന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ അടിപൊളിയാണ്. എന്തായാലും വന്നാൽ മുതലാവും. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ 4x4 കണ്ടുന്നില്ലാതെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ചെറിയ സെഡാൻ കൊണ്ടൊന്നും എന്തായാലും പോരാൻ കഴിയൂല. അടി തട്ടും, ഉറപ്പായിട്ടും. ഈ ഒരു വാതി തുടങ്ങുന്ന വെള്ളം കാണുന്ന ഒരു ഏരിയ വരെ അത്യാവശ്യം നല്ല കുണ്ടും കുയ്യൊക്കെയാണ്. ചിപ്സ് 10 ചാടുണ്ടോ? ആ എലി അടിച്ചതാണല്ലോ. എന്ത് കവർ കയറിയാ തോന്നുന്നില്ല കേട്ടോ. ഒരു കിടിലൻ സാധനം ചായക്ക് കിട്ടിട്ടോ, ചിപ്സ്. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സാധനം കണ്ടോ കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, അതാ 2 ചെയറെത്തി. ഇല്ല, അങ്ങനെ അതിനാണ് എടുക്കുന്നത്. എന്താ കണ്ടില്ലേ, ഈ ഒരു കൊട്ടയില്ലാത്ത സാധനം ഉണ്ടോ? സൂപ്പർ മാർക്കറ്റ്, സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. പഞ്ചസാര കിട്ടി. ഇനി ചായപ്പൊടി കിട്ടിയോ? അപ്പൊ ചായക്കുള്ള സംഗതികളായിട്ടോ. ഇനി ക്ലാസ് 1 2 3 4 5 8 ക്ലാസ് കാണും. അപ്പൊ ജംഗ്ഷനെ തട്ടി. ഇതെന്താ സ്റ്റൂളല്ലേ? എന്താണോ? ഏയ് വേണ്ട, ആവശ്യമില്ല. പഞ്ചസാര ആദ്യം ഇട്ടു. പഞ്ചസാര ആദ്യം ഇട്ടും. അപ്പോൾ ഇത്ര സംഗതിയൊക്കെ ഉള്ളു കേട്ടോ. ആപ്പിളുണ്ട്, പിന്നെ നമ്മളെ 7 days ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ചിപ്സ് കിട്ടിയിട്ടുണ്ട്, ബിസ്ക്കറ്റ് കിട്ടി. എവിടെ ചായ കാച്ചാണെങ്കിലും അതിൻ്റെ മുന്നിൽ ചപ്പാത്ത് ഉണ്ടാവും. ഇത് പൊന്നാനി ചായ. അപ്പൊ ഇനി ചായ ഉണ്ടാക്കിയിട്ട് ബാക്കി കാഴ്ചകള് അല്ല നിങ്ങളെന്നെ പറയും. ഈ വണ്ടിമേ വെച്ചാട്ട് ആപ്പിൾ വെട്ടിയത് ശരിയാണോ തെറ്റാണോ? ചെയ്ത ആളത് അവിടെ നമ്മളെ മറ്റേ ചായ ചെയ്യുന്നില്ല, എങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൊല്ലംകോടത്തെ വീഡിയോ കുറെ കാലം ചോദിക്കണ്. ആ എന്താ സംഭവിച്ചറിയോ? വീഡിയോ ഒക്കെ റെഡിയായി. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം സൗണ്ട് ഫുള്ള് ഭയങ്കര സ്പീഡ്. വീഡിയോ സ്പീഡ് കൂടിയതാണ്. ആ ക്യാമറ ഒന്ന് തെറ്റിച്ച് മാറിയതാണ്. ഇതുവരെ ശരിയായിട്ടില്ല. അയ്യേടാ, പിന്നെ പരിപാടി ഇല്ല കരുത. ഇപ്പൊ ചെയ്ത ഈ സൗണ്ട് ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. എല്ലാ സൗണ്ടും ഉണ്ടാവും. അല്ല, പാലക്കാടിന്റെ ഭാഷകളൊന്നും ഇല്ല. മലപ്പുറം ഭാഷ പഠിച്ചു. പാലക്കാട് 1 2 3 പാലക്കാട്, പിന്നെ 2 മലപ്പുറം, 1 കോഴിക്കോട്, 1 നിങ്ങൾ മലപ്പുറം അല്ലേ? പക്ഷെ എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരും ഓരോ നാട്ടിലത്തെ ഭാഷയിൽ ഇവിടുത്തെ സ്ഥലത്തിനെ പറ്റി പറഞ്ഞോട്ടെ. ഓക്കെ, പിന്നെ പൊന്നാനി ഭാഷയിൽ. പൊന്നാനിയിൽ എന്താ അടിപൊളി കട്ടൻ ചായ, നല്ല കട്ടൻ ചായ, സൂപ്പർ ആട്ടെ. ഇത് ഉണ്ടാക്കി ആരാമല്ലോ മിസ്റ്റർ ഷിഹാബ്. കോഴിക്കോട് അല്ല, സോറി, കോഴിക്കോട് അല്ല, മലപ്പുറം. അതൊക്കെ പോയിണ്. മലപ്പുറം ആ ഒരു ഫീലിംഗിൽ മലപ്പുറം കത്തി കണ്ടോളി. ഓട്ടങ്ങളെ കത്തിയാണല്ലോ. അതോടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിലും അർച്ചതുണ്ടാവും. ആപ്പിള് കട്ടൻ ചായ ഉണ്ടല്ലോ.
അവൻ നേരത്തെ കണ്ടുപിടിച്ച കോമ്പിനേഷൻ ആണത്. ഗ്രീൻ ആപ്പിൾ ആയതുകൊണ്ടേ സാമിക്ക് എന്താ പറയാലോ സാമി എങ്ങനെ 3:30 കളത്തുന്ന ആലോചിച്ചിട്ട് ഇറക്കുക. കോമ്പിനേഷൻ സിഗരറ്റും കട്ടൻ ചായ. കട്ടൻ ചായയും കൊട്ടൻ പിടി അങ്ങനെ ചൂടുള്ള ചായ ഉണ്ടാവും, സ്വാഭാവികം. കട്ടൻ ചായയും കൊട്ടൻ പിടി പറഞ്ഞില്ലേ നന്നായി ചായ കുടിച്ചിട്ട് ഇനി നമുക്ക് കയറാനുള്ളതാ, ഇതിന്റെ മുകൾക്ക് കയറാനുള്ള കേട്ടോ. ആദ്യം ഷിയാബിക്ക് കയറിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ വിളിക്കും, അപ്പം നമ്മൾ മുകൾക്ക് പോവാം. അപ്പം മുകൾക്ക് പോവാം. ഇത് ഇങ്ങനെ കാണാനില്ല, അത്യാവശ്യം നല്ല കുത്തനുള്ള മല കേട്ടോ. ഇത് ഷിയാബിക്ക് അത് എങ്ങനെ കയറുന്ന ആലോചിക്കാൻ കേട്ടോ. നേരെ കയറണോ തിരിഞ്ഞു കയറണോ എന്നുള്ള ആലോചന. ഇത് കയറാൻ 15 മിനിറ്റ് ഉണ്ടോ, നമ്മൾ എക്സ്പേർട്ട് പറഞ്ഞതാണ് കേട്ടത്. 15 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മണിക്കൂർ. നമ്മളെ കൂടുതൽ ഒരു മഹാസംഭവം ഉണ്ട്. ലുക്മാൻ വന്നിട്ടില്ല. ഇതൊക്കെ നിസ്സാരം, 2 മിനിറ്റോട് കയറും ലുക്മാനൊക്കെ ആണെങ്കിൽ. എന്നാ കാണുന്നുണ്ടോ ഷിയാബ് കയറി പോകുന്നുണ്ടോ? ഇതൊക്കെ നിസ്സാരം എന്നാ കയറിപ്പോണ്. മരം കൊണ്ട് കാണില്ല. കയ്യിലൊരു പതാക ഉണ്ട് കേട്ടോ, അത് നമ്മളെ സഞ്ചാരിൻ്റെ കൊടിയാണ്. കൊടി കുത്തിയ കൊടി മേലെ കുത്തുന്നതല്ല കൂടി. എന്താ ഇനി എത്ര ഉയരം ഇനി പോവാണ്ട് ഉണ്ടോ? അത്യാവശ്യം നല്ല ഉണ്ട്. അതേ മുകളിലാണ് നമുക്ക് കൊടി വാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വെഞ്ഞിക്കൊടി പാർക്കും ആളെ കാണില്ല. അല്ല ഈ ആളവിടെ അതാ ഉണ്ട്. വേറെ ആൾ പോകണ്ടല്ലോ. റാസിയോ ഷിയാബിക്ക കാര്യം കൊണ്ടിരിക്കാനുണ്ടോ? അത് ഈസി ആയിട്ട് കാര്യം പോകുന്നുണ്ട്. സംഗതി നല്ല കുത്തനാണിത്, ഒരുപാട് മുകളിലാണ്. ഞാൻ കാണിച്ചു തരാം. റാശി കൊടുത്തിട്ടുള്ളൂ. എന്താണ് ഇപ്പൊ താഴത്തില്ല, ഇപ്പൊ താഴത്തിയ. ഇതിവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഇതാ റാസ്റ്റർ ഇരുന്ന് കഴുകിട്ട് വാ. ഷാവൊക്കെ ഏകദേശം മുകളിലെത്താനായിട്ടില്ല. ഇനി കുറച്ചും കൂടി കയറിയതാ. ഈ വലിയ പാറ കാണാൻ മാത്രമേ ബാക്കിയുള്ളൂ. ആളെ എന്തായാലും മുമ്പ് കഴിക്കോളൂ വെച്ചാല്. നിർത്തി പണിയെടുപ്പിക്കുന്നു. എത്തൂല എന്തിനാ വെറുതെ എന്നെ നാണം കെടുപ്പിക്കാനായിട്ട് മുമ്പില്. എന്താ ചെയ്യപ്പോ ഏകദേശം മുകളിലെത്തായിട്ടുണ്ടോ? 1 മണിക്കൂറത്തെ എവിടെയെങ്കിലും റോഡിലെത്തി. അതെനിക്ക് പേടി. മറ്റോ കുഴങ്ങിട്ട് നിൽക്കുന്ന ചെടിയൊക്കെ പറിച്ചിട്ട് അവിടെ ചെടിയൊക്കെ പറിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണ്ടോ റാശി? ഈ മരത്തിന്റെ ചോട്ടിൽ നമുക്കൊരു റിസ്ക് എടുക്കുന്നുണ്ട്. ഏകദേശം മുകളിലെത്തിട്ടോ. ഇതാ സഹോദരങ്ങൾ നോക്കൂ. ഷിയാബ് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എത്തും. റാഷിന്റെ വീഡിയോ ചെയ്യുമ്പോഴല്ലോ മറ്റേ ചീവിടിന്റെ സൗണ്ടില്ല, അത് മാത്രം കൊടുത്താൽ മതി. അല്ല സെമീർക്ക് എന്നോ കമന്റ് ഏകദേശത്താണേ. നിങ്ങളിത് കാണുക. അവിടെ എത്തി ആള് ഏറെക്കുറെ പുതിയ വഴികൾ കണ്ടെത്തി. ഇവിടുന്ന് കാണുമ്പോൾ അടുത്താട്ടോ, നല്ല ഉയരണ്ടത്. നല്ല നിരത്തിലാണ് ശിഹാബ് നെല്ലിപ്പറമ്പൻ ഇപ്പോൾ കൊടുമുടി കീഴടക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ പിന്നെ മതിയാകുമോ? മറ്റേ മുമ്പ് ഞാൻ കുടുങ്ങിയില്ലല്ലോ മലന്റെ മുകളില്. ഷിയാബ് കഥ ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. കല്ലുകളൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പിടിച്ച് കയറുന്നുണ്ട്. അതാ അല്പസമയത്തിനകം നമ്മുടെ സഞ്ചാരിയുടെ വെള്ളിക്കൊടി മുകളിൽ പാർന്നതായിരിക്കും. അതെ, ശിഹാബിന്റെ ഒപ്പം കയറിയ റാഷിദ് ഇപ്പോൾ ശിഹാബ് കയറുന്നുണ്ടോ എന്ന് മാത്രം നോക്കാനായി മുകളിലോട്ട് കയറുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെ,
അതെ, അവിടെ ഒരു ചലനം. കാണുന്നില്ല നിങ്ങളിത് കാണുക. അവിടെ ഒരു ചലനം. ഇതാ കാണുന്നു. പാനം തള്ളിട്ടേക്കല്ലേ മാനോ. സഞ്ചാരിയുടെ വെല്ലുവിളി ഇതാ കളിക്കുന്നു. മലനിരകളുടെ മുകളിൽ ഇതാ 800 അടി ഉയരം. 80 അടി ഉയരത്തിൽ വീടെല്ലാം ഷേക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രക്ക് ഉയർത്തിയാണ് പിടിച്ചത്. പിന്നെ ഗിംബലൊന്നുമില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് റെക്കോർഡിംഗ് ഉണ്ട്. പരിസ്ഥിതിയെ പരിപൂർണമായി ഇതുപോലെ ആയിരിക്കണം ഓരോ സഞ്ചാരിയും. ബൈ ബൈ ഇങ്ങ തോടാ ചമ്മൽ ഹെ ബൈ ബൈ ബൈ. ഇത് നമ്മളെ ഒരു അനുഗ്രഹീനായ സഞ്ചാരിയാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ വേസ്റ്റുകളും പൊറുക്കി കവറിലാക്കി. ഇനി അത് ഇനി ഇത് എവിടെ വെക്കും നമുക്ക് നോക്കാം. നമ്മളെ മുകളിലേക്ക് പോയ ഷിയാബൊക്കെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ചെറുതായിട്ട് കാണുന്നുണ്ട് ഷിയാബിനെ. അനുകരണീയനായ സഞ്ചാരിയാണ്. കയ്യിൽ പെട്ടെന്നൊരു ഉറുമ്പ് കയറിയപ്പോൾ എടുത്തിട്ടതാണ്. അതെ അല്ല, അദ്ദേഹം വലിച്ചോണ്ടോന്നല്ല കേട്ടത്. ഇരിക്കാൻ ചെയ്യൂല. ഷിയാബൊക്കെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. മുകളിൽ കയറിനാട് റിസ്ക് ആണ് താഴേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കയറാൻ വലിയ പണി ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അങ്ങനല്ല, പണി തന്നെയാണ്. പക്ഷെ ഇറങ്ങാൻ അതിനായിട്ട് റിസ്ക് ആണ്. കണ്ടോ, ഒരുപാട് മുകളിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ കാഴ്ചകൾ. ഇതാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളി കാഴ്ചകൾ ഇനിയും നമുക്ക് ധാരാളം കാണാനുണ്ട്. ഇന്നത്തെ കാഴ്ച നമുക്ക് തൽക്കാലം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അവിടെ ചായപാത്രമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചായപാത്രം എടുത്ത് തിരിച്ചു കൊണ്ടേക്കാണ്. പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും. ഷൗക്കുവിന് 3:30 ജിദ്ദ എത്തേണ്ടതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്ക് ഇറങ്ങാല്ലേ. എത്തിക്കും. നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇതാ 5 മണിക്ക് ഓഫീസ് തുറക്കാനുള്ള അർഷത അവിടെ. 5 മണിന്ന് കാണിച്ചത് കൈകൊണ്ട് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഇതിന് ശേഷം നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വീഡിയോ മാത്രം, സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come 1 in a dozen. The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really
Life lessons come one in a dozen. The other 11 give something from nothing. Life lessons come one in a dozen. The other 11 give something from nothing. Life changes, just open the door. One thing's certain, I'll always be yours.